ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്, അഥവാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് 1 എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ട്രിഗ്നോമെട്രിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയുമായി ആദ്യം ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സൈൻ, കോസ്, ടാൻ എന്നുള്ളത്, അതുപോലെ തന്നെ കൊസീക്ക്, സീക്ക്, കോട്ട് എന്നുള്ളത്. ഇത്തരം ഫങ്ഷനുകളെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടാണല്ലോ. നമുക്ക് ആദ്യം ഈ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് ഈ സൈൻ, കോസ്, ടാൻ, അതുപോലെ കൊസീക്ക്, സീക്ക്, കോട്ട് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നമ്മളൊരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടാണല്ലോ പഠിച്ചിട്ടുണ്ടാവുക. ട്രിഗ്നോമെട്രി എന്നുള്ള പേര് തന്നെ ട്രൈഗോണോമെട്രി അഥവാ മൂന്ന് മൂലകളുള്ള ഭാഗങ്ങളിൽ നിന്നാണ്, ആ ഒരു പേരിൽ നിന്നാണ് ട്രിഗ്നോമെട്രി എന്നുള്ള പേര് വരുന്നത്. നോക്കൂ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ പറയുന്ന ആംഗിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ഈ പറയുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ. അപ്പൊ ഈ പറയുന്ന ആംഗിളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ പറയുന്ന സൈൻ, കോസ്, ടാൻ ഒക്കെ പഠിക്കാനുള്ളത്. നോക്കൂ, ഈ പറയുന്ന റൈറ്റ് ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുന്നു? ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കുന്നു, അഥവാ മലയാളത്തിൽ കർണം എന്ന് പറയാറുണ്ട്. ഇതിനെ ബേസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, ഇതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാറുണ്ട്. ഈ ആംഗിളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അത് പറയുന്നത്. നോക്കൂ, ഈ പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈ പറയുന്ന AB എന്നുള്ളത്, അല്ലെങ്കിൽ C എന്നുള്ള ആംഗിൾ. അതുപോലെ തന്നെ ഈ ആംഗിളിന്റെ സമീപവശമായിട്ടുള്ള അഡ്ജസന്റ് സൈഡാണ് ഈ പറയുന്ന BC അല്ലെങ്കിൽ A എന്ന് പറയുന്ന സൈഡ്. അതുപോലെ തന്നെ ഹൈപ്പോട്ന്യൂസ് ആണ് ഈ പറയുന്ന AC അല്ലെങ്കിൽ B എന്നുള്ളത്. ഇനി സൈൻ, കോസ്, ടാൻ ആണല്ലോ നമുക്കുള്ളത്. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ AB ആണ്, അതിനെ നമുക്ക് C എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നുള്ളത് B ആണ്, അതുകൊണ്ട് നമുക്ക് അതിന് B എന്ന് പറയാം. അതുപോലെ തന്നെ നോക്കൂ, കോസ് തീറ്റ എന്നുള്ളത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. നോക്കൂ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? A ഡിവൈഡഡ് ബൈ B ആണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് ടാൻ ആണ്. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും വരിക? ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ C ബൈ A എന്ന് വരുന്നു. C ബൈ A. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന ഫങ്ഷൻസ് എഴുതാറുള്ളത്. അപ്പൊ നോക്കൂ, ഇവിടെ മൂന്നും നമുക്കിവിടെ ഈ പറയുന്ന ട്രയാങ്കിളുമായി ബന്ധപ്പെടുത്തി എഴുതാനായിട്ട് സാധിക്കും. സൈൻ, കോസ്, ടാൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സൈൻ, കോസ്, ടാൻ പറയാറുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഫങ്ഷനുകളാണ് എന്തൊക്കെ? കൊസീക്ക്, സീക്ക്, കോട്ട് എന്നുള്ളത്. സൈൻ, കോസ്, ടാനുമായി ബന്ധപ്പെടുത്തിയാണ് കൊസീക്ക്, സീക്ക്, കോട്ട് എന്നുള്ളതും നമ്മൾ കൂടെ പറയാറുള്ളത്. കൊസീക്ക്, സീക്ക്, കോട്ട് പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു അളവ് കൂടിയുണ്ട്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെഷറുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മൾ പറയാറുള്ളത്. സാധാരണ നമ്മൾ ഡിഗ്രിയിലാണ് മെഷർ ചെയ്യാറുള്ളത്. ഇത്ര ഡിഗ്രി ആംഗിൾ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. നോക്കൂ, ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഈ ഒരു സർക്കിൾ ടോട്ടൽ 360 ഡിഗ്രി ആംഗിൾ ആണ് എന്ന് നമുക്ക് പറയാം. 360 ഡിഗ്രിയാണ്. ഇതിനെ നമുക്ക് 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കാം. അപ്പോൾ ഓരോന്നും 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാം, അല്ലേ? 90 ഡിഗ്രിയാണ്, ഓരോന്നും 90 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രിയിലാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അളവാണ് റേഡിയൻ എന്നുള്ളത്. ഏതാണ്? റേഡിയൻ, അല്ലെങ്കിൽ റാഡ് എന്ന് എഴുതാറുണ്ട്, റേഡിയൻ എന്നും പറയാം. ഓക്കെ, റേഡിയൻ എന്നും. എങ്ങനെയാണ് റേഡിയനും അതുപോലെ തന്നെ ഈ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം? നോക്കൂ, ടോട്ടൽ 360 ഡിഗ്രി ആണല്ലോ. ആ 360 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 2π റേഡിയൻ ആണ്. 2π റേഡിയൻ ആണ്. ഈ ഒരു അളവുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ മറ്റു കണക്കുകൾ ചെയ്യാൻ. നോക്കൂ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360ന്റെ പകുതി എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 150 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് ഇനി റേഡിയൻ പറയാനുള്ളത്. അപ്പൊ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് 360 ഡിവൈഡഡ് ബൈ 2π ഡിഗ്രി. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ നിന്നും നമ്മൾ മാറ്റം വരുത്തുക. ഒരു ഡിഗ്രി തന്നാൽ എങ്ങനെയാണ് നമ്മൾ റേഡിയനിലേക്ക് ചേഞ്ച് ചെയ്യുക, ആ കാര്യം കൂടി നോക്കണമല്ലോ. അപ്പൊ അതിന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാറുണ്ട്. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ചെയ്യാം നമുക്ക്. ഈ 360/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിവൈഡഡ് ബൈ പൈ കിട്ടുന്നു. അത്രയും ഡിഗ്രിയാണ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള ഈ പറയുന്ന കണക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഒരു ഡിഗ്രി അളവിനെ എങ്ങനെ റേഡിയനിലേക്ക് മാറ്റാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ചെയ്യുക? 90 ഡിഗ്രിനെ റേഡിയനിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കൂ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π/360 റേഡിയനാണ്. 360 റേഡിയനാണ്. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയായി വരിക? 2π/360 ഇൻറ്റു 90 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കൂ. ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒരു രീതി ഇങ്ങനെയാണ്. 2 × 90 എന്ന് പറയുന്നത് 180 ആണ്. 180π/360 എന്നാണ്. ഈ 360ഉം 180ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കൂ, 2 വരുന്നു. അപ്പോൾ നമുക്ക് π/2 എന്ന് വരുന്നു. അപ്പോൾ π/2 റേഡിയൻ എന്നുള്ളതാണ് ഈ പറഞ്ഞ 90 ഡിഗ്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 15 ഡിഗ്രിയെ എത്ര റേഡിയനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ റേഡിയനിലേക്ക് മാറ്റിയാൽ എത്ര ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസും കൂടുതൽ ക്ലാസ്സുകളും നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.